എന്താണിത് രവി? ഞാൻ പോവുകയാണ് രാധേ. എങ്ങോട്ടെങ്കിലും പോവുകയാണ്. അതെ രാധേ, ഞാൻ തെണ്ടിയാണ്. ഒരു തെണ്ടിക്ക് ഒരിക്കലും ആശിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ആശിക്കുന്നത്. ആകാശവും ഭൂമിയും എപ്പോഴും അകന്നേയിരിക്കും. നിന്നെ ഒരിക്കലും എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. നീ നാളെ ആരെയെങ്കിലും വിവാഹം ചെയ്ത് ഈ നദി കടന്നു പോകുമ്പോൾ ഈ കടവത്ത് ഞാൻ ഹൃദയം പൊട്ടി മരിക്കും രാധേ. മതി മതി, നിർത്തു രവി. ഇതാണോ രവിയുടെ സ്നേഹം? രവി എന്നെ ഉപേക്ഷിച്ച് പോവല്ലേ? പോയിക്കോളൂ. ഞാൻ പോകുന്നതാണ് നല്ലത് രാധേ. ഞാൻ കാരണം നിന്റെ ജീവിതം ഒരിക്കലും തകരരുത്. നീ എന്നെ മറന്നേക്കും. മറക്കാനോ? ഞാൻ രവിയെ മറക്കാനോ? ഒരിക്കലുമില്ല. എന്റെ മരണം വരെ ഞാൻ ഓർമ്മിക്കൂ. ഒരു ഭീരുവിനാണല്ലോ ഞാൻ എന്റെ ആത്മാവ് നൽകിയിരുന്ന ഓർത്ത് ഞാൻ എന്നും വേദനിക്കും. നിന്നോടുള്ള സ്നേഹക്കുറവുണ്ടല്ലോ രാധേ ഞാൻ പോകുന്നത്, കൂടുതൽ കൊണ്ടാണ്. പക്ഷേ നിന്റെ നല്ല ഭാവിക്ക് ഞാൻ ഒരിക്കലും ഒരു വിലങ്ങുതടിയായി നിൽക്കാൻ പാടില്ല. എന്റെ മൃതശരീരവും ചുമന്നുകൊണ്ടാണ് രാധേ ഞാൻ പോകുന്നത്. എങ്കിൽ എന്നെയും കൊണ്ടുപോകൂ. സ്നേഹത്തെ തടവിലിടുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. രാധേ, ഞാൻ പറയുന്നത് കേൾക്കൂ. തെരുവ് തെണ്ടിയായി എന്നോട് വന്നാൽ നിന്റെ ഗതി എന്താകും? രവി തെണ്ടിയാണെങ്കിൽ ഞാനും തെണ്ടിയാണ്. നമ്മൾ ഒരുമിച്ച് ഭിക്ഷയെടുക്കും. രവിയെക്കാളും വിലപ്പെട്ടതായി ഈ ലോകത്തെനിക്കൊന്നുമില്ല. രവി കരഞ്ഞാൽ ഞാനും കരയും. രവി ചിരിച്ചാൽ ഞാനും ചിരിക്കും. പറയൂ രവി, എന്നെ കൊണ്ടുപോകില്ലേ? ഈ ഹൃദയത്തോട് ചേർന്ന് കിടന്നുറങ്ങാൻ എന്നെ അനുവദിക്കില്ലേ? രവി എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. കരയാതെ കുട്ടികളെ. രവി, നീ ഇങ്ങനെ ഭീരുവാകരുത്. സ്നേഹിക്കാൻ ധൈര്യമുള്ളവൻ സ്വീകരിക്കുവാനും ധൈര്യം ഉണ്ടാകണം. സാർ, ഈ പെൺകുട്ടിയെ നീ കരയിക്കരുത്. ഇവള് നിന്റെ ഭാഗ്യമാണ്. കരയാതെ മോളെ, എന്റെ രവി നിന്നെ കൈവിടിയും.